ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളി ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കണ അതേ ഒരു ടേസ്റ്റിൽ നല്ലൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു കൊടുത്തു തരുന്നത്. ഇതിൽ നമ്മൾ ഈസ്റ്റോ അല്ലെങ്കിൽ ദോശമാവോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര നല്ലൊരു പഴംപൊരി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ഞാനിതവിടെ ഒരു പാത്രത്തിൽ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഴം നല്ല മധുരമുള്ള പഴുത്തതാണെന്നുണ്ടെങ്കിൽ പഞ്ചസാരൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ പഴം അത്ര കണ്ട് പഴുത്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കളറിന് ആവശ്യമായ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് 2 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈരാട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ദോശമാവൊന്നും എപ്പോഴും നമ്മളെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് പെട്ടെന്ന് പഴംപൊരി കഴിക്കാൻ പൂതിയാകുമ്പോൾ ദോശമാവ് തിരഞ്ഞെടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് ചിലവർക്കൊന്നും ഇഷ്ടാവില്ല. എൻ്റെ മക്കൾക്കൊന്നും ഈസ്റ്റ് ചേർത്തത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തൈര് ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ. ഇങ്ങനെ ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ടാണ് മാവ് എടുക്കേണ്ടത്. ഇനി നമ്മൾ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ മാവ് കുറച്ചുകൂടെ ഒന്ന് ലൂസായി വരും. അപ്പോൾ ഇതാ മാവ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാൻ പഴമൊക്കെ ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴം പകുതി മുറിച്ചിട്ട് ഇതേപോലെ കഷ്ണം മുറിച്ചെടുത്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അധികം തിന്നായി കട്ട് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ പഴം മാവിലേക്ക് മുക്കുമ്പോൾ പഴം മുറിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഈ ഒരു കട്ടിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പാന് ഗ്യാസ് വെച്ച് അതിൽ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നന്നായി ചൂടാകാൻ വേണ്ടി വെച്ചിട്ട് ആ സമയം നമുക്ക് പഴമൊക്കെ ഈ മാവിലൊന്ന് മുക്കിയെടുക്കണം. ഇനി നമുക്ക് പഴം ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബേക്കിംഗ് സോഡയൊന്നും ചേർക്കാതെ തന്നെ. പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ടൈമുള്ള കാരണം ഒരു 3/4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ.